അല്ല, ഇത് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ, നമ്മൾ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ വർഷം ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ജേർണൽ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാകെ ഞാൻ 3-4 പേജ് മാത്രമേ ജേർണലിംഗ് ചെയ്തിട്ടുള്ളൂ. ഈ വർഷം ഇത് തന്നെ യൂസ് ചെയ്യണം, പക്ഷെ കുറച്ച് മേക്ക് ഓവർ കൊടുത്തു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസിൽ വരുന്ന ഈ ഒരു ഫാബ്രിക്കും പിന്നെ ഡെനിം ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ബുക്സ് ഒക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ കട്ട് ചെയ്യുമല്ലോ, അതുപോലെ. എന്നിട്ട് ഇത് രണ്ടും വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാണ്. നോട്ട് ദ പോയിന്റ്, എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല. എന്റെ സിബിലിംഗ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളും എന്നെ പോലെ സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിൽ വീട്ടിൽ ആരുടെങ്കിലും ഒക്കെ ഹെൽപ്പ് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ പിൻട്രസ്റ്റിന് എടുത്തിട്ടുള്ള റെഫറൻസ്. അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ഫിനിഷ് ആയി. ഇനി നമ്മൾ ഈ ഡെനിം കവറിന്റെ പുറത്ത് കുറച്ച് മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഫിനിഷ്ഡ് ലുക്ക് ഇങ്ങനെയാണ്. ഇനി ഞാൻ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ വൈഡർ ആക്കായിരുന്നു എന്ന് തോന്നി കേട്ടോ. അതായത് നമ്മൾ ബുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സൈഡ് ഉണ്ടല്ലോ, അത് രണ്ടും കുറച്ച് വൈഡർ ആക്കായിരുന്നു എന്ന് തോന്നി. അപ്പൊ നമ്മുടെ ജേർണൽ ഈ ഡെനിം കവറിൽ ഫിറ്റ് ആണെന്നുണ്ടോ നോക്കാം. കുഴപ്പമില്ല, ഓക്കെ ആണ്. ആഹാ, പുതിയൊരു ജേർണൽ വാങ്ങിയ പോലത്തെ ഒരു ഫീലിംഗ്. ആ പഴയ കവർ കാണുമ്പോൾ ഇത് പഴയതല്ലേ എന്നുള്ളൊരു കുത്തൽ വരുന്നുണ്ട്. ഇതിന് മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചാംസ്, ബട്ടൺസ്, പിന്നെ ഇതുപോലെ വരുന്ന കുറച്ച് എംബ്രോയിഡറി പാച്ചസ്, പിന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, ലേസസ്. ദീസ് ആർ എംബ്രോയിഡറി പാച്ചസ്. ഇത് നമ്മൾക്ക് സ്റ്റിക്കേഴ്സ് പോലെ പീൽ ചെയ്തിട്ട് ഫാബ്രിക്സിലൊക്കെ ഒട്ടിച്ചെടുക്കാം. ഇത് ഞാൻ റോഡ് സ്റ്റാറിന്റെ ഒരു പഴയ ഷർട്ട് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. ആ ബോ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതുപോലെ പഴയ തുണികളിൽ നിന്ന് ഓരോ സംഭവങ്ങൾ കളക്ട് ചെയ്യുന്ന സ്വഭാവമുണ്ട്, ലൈക്ക് ബട്ടൺസ്, പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലെങ്കിലും സ്റ്റിച്ചിങ് പ്രൊജക്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാബ്രിക് സ്റ്റിക്കേഴ്സ് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം. സിമ്പിൾ, നമ്മൾ സ്റ്റിക്കേഴ്സ് നോർമലി ഒട്ടിക്കൂലേ, അതുപോലെ തന്നെയാണ്. പീൽ ചെയ്യാൻ വേണ്ട സ്ഥലത്ത് ഒട്ടിച്ചു കൊടുക്കുക, ഇറ്റ്സ് ഡൺ. പിന്നെ ഇത് ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ബുക്കിൽ സൈഡിലായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചാംസ്, കീ ചെയിൻസ് ഒക്കെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഈ ഒരു ഫോൺ ചാം ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വിച്ച് ഇസ് റിയലി ക്യൂട്ട് അല്ലേ. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ ഇതുപോലെ പെൻസിൽ കേസസും സ്ലിംഗ് ബാഗ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സ്പെഷ്യൽ ഡേയ്സിൽ കൊണ്ടുപോയിരുന്നു. അതായത് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ബുക്സ് എടുക്കുന്ന ടൈം വരുമ്പോൾ ഞാൻ ആ ഒരു സ്പെഷ്യൽ സ്ലിംഗ് ബാഗ് ഒക്കെ ഇറക്കും. ഇവിടെ ആയിട്ട് നമുക്ക് പെൻസിൽസോ പെൻസോ എന്തെങ്കിലും ഒക്കെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. ഈ പോക്കറ്റ് പോലുള്ള സ്പേസിൽ നമുക്ക് നമ്മുടെ പേപ്പർ ക്ലിപ്സ് ഒക്കെ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. താഴെയുള്ള ചെറിയ സ്പേസിൽ നമുക്ക് ഇതുപോലെ കുട്ടി ക്ലിപ്സ് ഒക്കെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനും നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ദ വേ, ഈ മാസം നമുക്കൊരു ടോപ്പ് കമന്റ് വിന്നർ ഉണ്ട്. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇടാം. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.